ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ഗണിതത്തിലെ മാത്സിലെ 5ാമത്തെ പാഠഭാഗമാണ് സമവാക്യ പരിഹാരം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പേജിലെ പ്രോബ്ലംസ് തന്നെ നോക്കാം. 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ കണക്ക് പരീക്ഷയ്ക്ക് 100-ൽ 100 മാർക്കും ആയേനെ. രാജന്റെ സങ്കടം എത്ര മാർക്കാണ് കിട്ടിയത്? അപ്പോൾ രാജ എന്താ പറയുന്നത്? 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് പരീക്ഷയിൽ 100 കിട്ടിയേനെ. അപ്പോൾ 6 മാർക്കിനാണ് 100-ൽ നിന്ന് 6 മാർക്ക് കുറവാണ് എന്നാണ് അർത്ഥം, അല്ലേ? 100-ൽ നിന്ന് 6 കുറവ്, അതാണ് അതിൻ്റെ അർത്ഥം. 100-ൽ നിന്ന് 6 കുറവാണ്. അപ്പോൾ നമുക്ക് എത്ര മാർക്കാണ് തോറ്റതെന്ന് എങ്ങനെ മനസ്സിലാക്കും? 100 കുറയ്ക്കണം 6 ചെയ്യുക. 100-ൽ നിന്ന് 6 കുറച്ചാൽ എത്രയാണ്? 94. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 94. ഇനി അതായത് 100-ൽ നിന്ന് 6 കുറച്ചു, അപ്പോൾ 94. രണ്ടാമത്തെ ചോദ്യം, 5 വർഷം കഴിഞ്ഞാൽ 18 വയസ്സാകും. വോട്ട് ചെയ്യാം. ലിസി കണക്ക് കൂട്ടി. ലിസിക്ക് ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? അപ്പം 5 വർഷം കൂടി കഴിഞ്ഞാലാണ്, അല്ലേ? 5 വർഷം കൂടി കഴിഞ്ഞാലാണ് എന്താകുക? ഇപ്പോഴത്തെ വയസ്സിനോട് 5 കൂടി കൂട്ടിയാലാണ് എന്താവുക? 18 വയസ്സാകുക, അല്ലേ? ഇപ്പോഴത്തെ വയസ്സിനോട് 5 കൂടി കൂട്ടിയാലാണ് 18 വയസ്സാകുക. അപ്പോൾ പിന്നെ ലിസിക്ക് ഇപ്പം എത്ര വയസ്സായി? 18 കുറയ്ക്കണം 5. 18 കുറയ്ക്കണം 5 എന്ന് പറയുമ്പോൾ 13. ഓക്കെ, 5 വർഷം കഴിഞ്ഞാൽ 18 വയസ്സ് ലിസി കണക്ക് കൂട്ടി. ലിസിക്ക് ഇപ്പോഴത്തെ 18 കുറയ്ക്കണം 5, 13. ഇനി അടുത്തത് 123-നെ 321 ആക്കാൻ എത്ര കൂട്ടണം? അപ്പം എന്താ ചെയ്യേണ്ടത്? 321-ൽ നിന്ന് 123 കുറയ്ക്കണം, അല്ലേ? 321-ൽ നിന്ന് 123 കുറയ്ക്കുക. അപ്പോൾ 1-ൽ നിന്ന് 3 പോകില്ല. അപ്പോൾ ഇവിടുന്ന് കടെടുത്ത് 11. 11-ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 11-ൽ നിന്ന് 3 പോയാൽ 8ആണ്. പിന്നെ ഇവിടെ 1ആണ്. അപ്പോൾ 1-ൽ നിന്ന് 2 പോയില്ല, വീണ്ടും കടെടുത്തു. അപ്പോൾ 11. 11-ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 9ആണ്. അപ്പോൾ ഇതിവിടെ കടം കൊടുത്തല്ലോ. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 2. 2-ൽ നിന്ന് 1 പോയാൽ എത്രയാണ്? 2-ൽ നിന്ന് 1 പോയാൽ 1. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 198ആണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി അടുത്തത്, 432-നെ 234 ആക്കാൻ എത്ര കുറയ്ക്കണം? 432-ൽ 234 ആക്കണം. അപ്പോൾ എത്ര കുറയ്ക്കണം? 432-ൽ നിന്ന് 234 കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ 2-ൽ നിന്ന് 4 പോയില്ല. അപ്പം കടം കൊടുത്തു, 12ആയി. 12-ൽ നിന്ന് 4 പോയാൽ 8. അപ്പോൾ 3 ഇവിടെ കടം കൊടുത്തു, അപ്പോൾ 2ആണ്. 2-ൽ നിന്ന് 3 പോവില്ല. അപ്പോൾ വീണ്ടും കടം വാങ്ങി, അപ്പോൾ 12. 12-ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 9. ഇപ്പം 4ആണ് ഇവിടെ. അല്ല, 4 നമ്മൾ കടം കൊടുത്തു, അപ്പോൾ ഇവിടെ 3ആണ്. 3-ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 1ആണ്. അപ്പോൾ എത്രയാണ് ഉത്തരം? 198. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ്? 94. 100-ൽ നിന്ന് 6 മൈനസ് ചെയ്തു. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 18-ൽ നിന്ന് 5 മൈനസ് ചെയ്തു, അപ്പം 13. മൂന്നാമത്തെ ഉത്തരം 321-ൽ നിന്ന് 123 കുറച്ചു, അപ്പോൾ ഉത്തരം എത്ര കിട്ടിയത്? 198. ഇനി നാലാമത്തെ ഉത്തരം 432-ൽ നിന്ന് 234 കുറച്ചു, അപ്പം നമുക്ക് കിട്ടിയത് എത്രയാണ്? 198. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ പേജ്, അതായത് പേജ് നമ്പർ 79-ലെ ചോദ്യോത്തരം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ പേജ് നമ്പർ 80-ലെ ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഗോപാലൻ കടയിലേക്ക് ഒരു കുല പഴം വാങ്ങി. അല്പം കേടുവന്ന് 7 എണ്ണം മാറ്റി കഴിഞ്ഞപ്പോൾ 46 എണ്ണമുണ്ട്. കുലയിൽ എത്ര പഴമുണ്ട്? അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആകെ പഴം എത്രയാണ്? ഒരു കുല പഴമാണ് വാങ്ങിയത്. അപ്പോൾ 7 എണ്ണം മാറ്റി കഴിഞ്ഞപ്പോൾ എന്താണ് കിട്ടിയത്? 46 എണ്ണമായി. അപ്പോൾ എത്ര എണ്ണാന്ന് നമ്മൾ എണ്ണുന്നതിന് എങ്ങനെയാണ്? 46, അതായത് ഇപ്പോൾ ഉള്ള പഴവും ആ കേട് വന്ന പഴവും കൂട്ടിയാൽ നമുക്ക് എത്ര എണ്ണാന്ന് മനസ്സിലാവും. അപ്പം 46-നോ 7 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 53 കിട്ടും. ഇനി അടുത്ത ചോദ്യം, വിമലയ്ക്ക് 163 രൂപയ്ക്ക് സാധനം വാങ്ങി 337 രൂപ മിച്ചമുണ്ട്. എത്ര രൂപയാണ് കയ്യിലുള്ളത്? 163 രൂപയ്ക്ക് സാധനം വാങ്ങി, എന്നിട്ട് ബാക്കി 337 രൂപ കയ്യിലുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 163 കൂട്ടണം 337.
അപ്പം നമുക്ക് 337നോട് 163 കൂട്ടി നോക്കാം. 7 3 10 ബാക്കി 1 1 3 4 4 6 10 ബാക്കി 1 1 3 4 4 1 5. അപ്പോൾ ഉത്തരം എത്രയാണ്? 500 രൂപയാണ് വിമലയുടെ കയ്യിലുണ്ടായിരുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഏത് സംഖ്യയിൽ നിന്ന് 123 കുറച്ചാലാണ് 321 ആകുക? കാരണം എന്താ ചെയ്യുക? 321 കൂട്ടണം 123. അപ്പോൾ 3 1 4 2 2 4 3 3 4 444 നിന്ന് 123 കുറച്ചാലാണ് നമുക്ക് 321 കിട്ടുക. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 444. ഓക്കെ. ഇത് ചോദ്യത്തിൻ്റെയൊക്കെ വഴി എഴുതണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. വാങ്ങിയ സാധനങ്ങളുടെ വില 163, തിരികെ കിട്ടിയ തുക 337, വാങ്ങുന്നതിന് മുമ്പ് കയ്യിലുണ്ടായിരുന്ന തുക 163 കൂട്ടണം 337, 163 337 കൂട്ടിയാൽ 500 രൂപ. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ലഭിച്ച സംഖ്യ 321, കുറച്ച സംഖ്യ 123, കണ്ടെത്തേണ്ട തുക എത്രയാണ്? 321 കൂട്ടണം 123. അപ്പോൾ നമുക്ക് കൂട്ടിയപ്പോൾ 444 കിട്ടി. ഇനി നമുക്ക് പേജ് നമ്പർ 80 വേറൊരു ചോദ്യം നോക്കാം. ഒരു സ്ഥാപനത്തിലെ മാനേജർ അവിടുത്തെ പ്യൂണിൻ്റെ 5 ഇരട്ടി ശമ്പളമുണ്ട്. മാനേജർക്ക് 75,000 രൂപയാണ് കിട്ടുന്നത്. പ്യൂണിന് മാസം എത്ര കിട്ടും? ഓക്കെ. അപ്പോൾ സ്ഥാപനത്തിലെ മാനേജർ ഇവിടെ എന്താ ചെയ്യുന്നത്? സ്ഥാപനത്തിലെ മാനേജർക്ക് അവിടുത്തെ പ്യൂണിൻ്റെ 5 ഇരട്ടി ശമ്പളമുണ്ട്. അപ്പോൾ അയാൾക്ക് മാനേജറിൻ്റെ ശമ്പളം എത്രയാണ്? മാനേജറിൻ്റെ ശമ്പളം 75,000 രൂപയാണ് അല്ലേ? ഇപ്പോൾ പ്യൂണിനാണ് എത്ര കിട്ടുന്നതെന്നാണ് ചോദിക്കുന്നത്. പ്യൂണിന് എത്രയാണ്? 5 ഇരട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഭാഗമായിരിക്കും? 5ൽ 1 ഭാഗം. അത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. അപ്പോൾ 75,000 ഇൻറ്റു 1/5 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. അതായത് 75,000 ബൈ 5. 75,000 ഹരിക്കണം 5 കിട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ. അപ്പോൾ മാനേജറിൻ്റെ ശമ്പളം എത്രയാണ്? അതിൻ്റെ 5 ഇരട്ടി ആണ് മാനേജറിൻ്റെ ശമ്പളം ഹരിക്കണം പ്യൂണിൻ്റെ ശമ്പളം. ഓക്കെ. അപ്പോൾ 75,000 ഹരിക്കണം 5 15,000. പ്യൂണിന് മാസം എത്ര കിട്ടും? 15,000 രൂപ കിട്ടും. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഒരു വിനോദയാത്രയ്ക്ക് പോയവർ ആകെ ചിലവായ 12,500 രൂപ തുല്യമായി വീതിക്കാൻ തീരുമാനിച്ചു. ഓരോരുത്തരും 2,500 രൂപ കൊടുക്കണമെന്ന് കണക്കാക്കി. എത്ര പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്? അപ്പോൾ ആകെ ചിലവായ തുക എത്രയാണ്? 12,500. ഓരോരുത്തരുടെ പങ്ക് എത്രയാണ്? 2,500. അപ്പോൾ എത്ര പേരാണ്? എങ്ങനെ കണ്ടുപിടിക്കാം? 12,500 ഹരിക്കണം 2,500. ഓക്കെ. 12,500 2,500 കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹരിച്ചിട്ടുണ്ടെങ്കിൽ 125/25, 0യും 0 0 0 നമ്മൾ വെട്ടി 125 ഹരിക്കണം 5. 125നെ 5 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 5. എത്ര ആളാണ് ഉണ്ടായിരുന്നത്? 5 ആളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആകെ ചിലവ് 12,500. ഒരാളുടെ വിഹിതം 2,500. 12,500 ഹരിക്കണം 2,500 5. അപ്പോൾ കൂട്ടത്തിൽ എത്ര പേരുണ്ടായിരുന്നു? 5 പേര് ഉണ്ടായിരുന്നു. ഇനി അടുത്ത ഒരു സംഖ്യയെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 756 കിട്ടി. ഏത് സംഖ്യയാണ് ഗുണിച്ചത്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 756 ഹരിക്കണം 12. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന തുക എത്രയാണെന്ന് നോക്കാം. ഓക്കെ. ഗുണനഫലം 752 ഹരിക്കണം ഗുണിച്ച സംഖ്യ. അപ്പോൾ നമുക്ക് യഥാർത്ഥ സംഖ്യ കിട്ടും. 756 ഹരിക്കണം 12 നിൽക്കുമ്പോൾ നമുക്ക് 63 ആണ് ഉത്തരം കിട്ടുക. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. ഒരു സംഖ്യ 21 കൊണ്ട് ഹരിച്ചപ്പോൾ 786 കിട്ടി. ഇതേപോലെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹരണഫലം 786 ഹരിച്ച സംഖ്യ. അപ്പോൾ നമ്മുടെ ഉത്തരം കിട്ടണമെങ്കിൽ 786 ഗുണിക്കണം 21. അപ്പോൾ 786 ഗുണിക്കണം 21 ചെയ്യാം. 1 6 6, 1 5 5, 1 7 7, 2 6 12, ബാക്കി 1, 2 5 10, 1 11, ബാക്കി 1, 7 2 14, 1 15, 6 7 8 5 1. ഇത്രയാണ് ഉത്തരം കിട്ടുക. 15,876 നമുക്ക് ഉത്തരം കിട്ടുക. ഓക്കെ. അപ്പോൾ നമ്മൾ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി. ഏതൊക്കെയാണ്? ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ്? നമ്മൾ 75,000നെ 5 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം 15,000 ആണ്. രണ്ടാമത്തേത് നമ്മൾ എന്താ ചെയ്തത്? 12,500 വിനോദയാത്രക്ക് പോയ ഓരോരുത്തർ എത്ര പേരുണ്ടായിരുന്നു എന്ന് കണക്കാക്കാം. 12,500നെ 2,500 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 5. ഇനി 756നെ 12 കൊണ്ട് ഹരിച്ചു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 63 കിട്ടി. ഇനി ലാസ്റ്റ് ചോദ്യം, ഒരു സംഖ്യ 21 കൊണ്ട് ഹരിച്ചപ്പോൾ 786 കിട്ടി. ഏത് സംഖ്യയാണ് ഹരിച്ചത്? അപ്പോൾ നമ്മൾ ചെയ്ത് 21 ഗുണിക്കണം 786. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയത് 15,876.
ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് പേജ് നമ്പർ 80 പ്രോബ്ലമാണ്. ഇനി നമുക്ക് പേജ് നമ്പർ 81 പ്രോബ്ലം നോക്കാം. ഓക്കെ. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 50 മീറ്ററും ഒരു വശം 5 മീറ്ററും മറ്റേ വശം എത്ര മീറ്ററാണ്? ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, 2 ഗുണിക്കണം നീളം പ്ലസ് വീതിയാണ് അല്ലേ? നീളം പ്ലസ് വീതിയാണ്. അപ്പോൾ 50 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പെരിമീറ്ററാണ്. അപ്പോൾ ഈ നീളം പ്ലസ് വീതി അതവിടെ വെച്ചിട്ട് നമ്മൾ 50 മാത്രം എടുക്കുക. 50/2 എന്ന് ചെയ്താൽ നമുക്ക് 25 കിട്ടും. ഈ 25 എന്ന് പറയുന്നത് എന്താണ്, നീളം പ്ലസ് വീതിയാണ്. ഓക്കെ. 25-ൽ നീളവും ഉണ്ട് വീതിയും ഉണ്ട്. അപ്പോൾ 25-ൽ ഒരു വശം 5 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും, 25-ൽ 5 കുറച്ചാൽ ബാക്കിയുള്ളതായിരിക്കും മറ്റേ വശം. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഗണിതത്തിൻ്റെ ഒരു സംഖ്യയുടെ പകുതി എന്ന് പറയുന്നത് ഒരു സംഖ്യ, നമുക്കറിയാത്തൊരു സംഖ്യ പകുതി എന്ന് പറയുമ്പോൾ x/2 ആണ്. ഇനി ഒരു സംഖ്യയുടെ ഇരട്ടി എന്ന് പറയുന്നത് 2 ഗുണിക്കണം x, അതായത് 2x. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആക്കേണ്ടത്. പിന്നെ ഒരു സംഖ്യയുടെ n ഇരട്ടി എന്ന് പറയുമ്പോൾ nx. ഇനി ഒരു സംഖ്യയുടെ വർഗം എന്ന് പറയുന്നത് x² ആണ്. ഇനി ഒരു സംഖ്യയുടെ വർഗ്ഗമൂലം √x ആണ്. ഇനി സംഖ്യയേക്കാൾ 3 കുറവ് എന്ന് പറഞ്ഞാൽ x കുറയ്ക്കണം 3. ഇനി സംഖ്യയേക്കാൾ 5 കൂടുതൽ എന്ന് പറഞ്ഞാൽ x കൂട്ടണം 5. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 50 മീറ്ററും ഒരു വശം 5 മീറ്ററാണ് മറ്റേ വശം. അപ്പം ചുറ്റളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 50 മീറ്ററാണ്. ഒരു വശം 5 മീറ്ററാണ്, മറ്റേ വശം നമ്മുടെ x ആണെന്ന് കരുതുക. അപ്പോൾ ചുറ്റളവിൻ്റെ പകുതി എന്ന് പറയുന്നത് എന്താണ്, 50 ഹരിക്കണം 2, അപ്പോൾ 25. ഇനി മറ്റേ വശം കണ്ടെത്താൻ എന്താണ്, 25 കുറയ്ക്കണം 5, അപ്പോൾ എത്രയാണ്, 20 മീറ്ററാണ് മറ്റേ വശത്തിൻ്റെ നീളം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. അനിതയും കൂട്ടുകാരും പേന വാങ്ങി. 5 പേന ഒന്നിച്ചു വാങ്ങിയപ്പോൾ ആകെ വിലയിൽ നിന്ന് 3 രൂപ കുറവ് കിട്ടി. അവർക്ക് 32 രൂപയാണ് ചിലവായത്. ഓരോന്നായി വാങ്ങിയിരുന്നെങ്കിൽ ഓരോ പേനയ്ക്കും എത്ര രൂപ വീതം കൊടുക്കണമായിരുന്നു? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അനിത അപ്പോൾ യഥാർത്ഥ വില കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 5 പേന ഒന്നിച്ചു വാങ്ങിയപ്പോൾ ആകെ വിലയിൽ നിന്ന് 3 രൂപ കുറവ് കിട്ടി. അപ്പോൾ 5 പേന ഒന്നിച്ചു വാങ്ങിയപ്പോൾ എത്ര രൂപയാണ് കുറവ് കിട്ടിയത്? 3 രൂപയാണ് കുറവ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ആകെ യഥാർത്ഥ വില എത്രയാണ്? 35 രൂപയാണ് അല്ലേ? 3 രൂപ റിഡക്ഷൻ കിട്ടിയത് എന്താണ്, ഒന്നിച്ചു വാങ്ങിയപ്പോഴാണ്. അപ്പം ശരിക്കുള്ള വില 35ആണ്, ഒന്നിച്ചു വാങ്ങിയത് കൊണ്ട് 3 രൂപ കുറച്ച് കിട്ടും. ഇനി ഒരു പേനയുടെ വില കണ്ടെത്താൻ എന്ത് ചെയ്യുക? 5 പേനയുടെ യഥാർത്ഥ വില 35 രൂപയാണെങ്കിൽ ഒരു പേനയുടെ വില എത്രയായിരിക്കും? 35 ഹരിക്കണം 5, 7 രൂപയാണ് ഒരു പേനയുടെ വില. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തത്, ചുവടെയുള്ള കണക്കുകളെല്ലാം ഒരു സംഖ്യയിൽ നിന്ന് ചില ക്രിയകൾ ചെയ്തതിൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നു. ഓരോന്നിൻ്റെയും സംഖ്യ കണ്ടുപിടിക്കുക. 2 മടങ്ങിനോട് 3 കൂട്ടിയപ്പോൾ 101. ഇപ്പോൾ ഏതിൻ്റെ 2 മടങ്ങാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 മടങ്ങ്, അതായത് നമ്മളിവിടെ എന്തിനോടാണ് കൂട്ടിയതെന്നൊന്നും നമുക്കറിയില്ല. 2 മടങ്ങ് എന്നാണ്. അപ്പോൾ നമ്മൾ അത് 2 മടങ്ങ് എന്നുള്ള x എന്ന് സങ്കല്പിക്കുക അല്ലേ? അപ്പോൾ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു 2x, അതിനോട് 3 കൂട്ടിയപ്പോൾ നമുക്ക് 101 കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ സംഖ്യകൾ അങ്ങോട്ടാക്കുക. അപ്പോൾ 101 ഇവിടെ +3 എന്നുള്ള അപ്പുറത്തേക്ക് പോകുമ്പോൾ -3 ആകും. ഓക്കെ, അപ്പോൾ 2x സമം എത്രയായിരിക്കും? 2x സമം 98. അപ്പോൾ x എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? x എന്ന് പറയുമ്പോൾ ഇവിടെ ഗുണനല്ലേ, 2 ഗുണിക്കണം x ആണ്, ഗുണിക്കലാണ്. പക്ഷെ അപ്പുറം പോകുമ്പോഴത്തിന് ഹരിക്കലാവും. 98 ഹരിക്കണം 2 ആവും. 98 ഹരിക്കണം 2 എന്ന് പറയുമ്പോൾ 49. ഉത്തരം എത്രയാണ്? 49. ഇതിൻ്റെ ഉത്തരം എത്രയാണ്? 49. മനസ്സിലായല്ലോ. 2x കൂട്ടണം 3, 2x കൂട്ടണം 3 സമം 101. അപ്പോൾ 2x എന്ന് പറയുമ്പോൾ എന്താണ്, 101 കുറയ്ക്കണം 3. ഓക്കെ, 101 കുറയ്ക്കണം 3 എന്ന് പറയുമ്പോൾ 98. എക്സ് എന്ന് പറയുമ്പോൾ 98/2. ഓക്കെ, 98/2 49. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ. അപ്പോൾ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ ഏതോ നമ്പറാണ്, അപ്പോൾ അതിന് നമ്മൾ x എടുക്കുക, 3x. അതിനോട് 2 കൂട്ടിയപ്പോൾ 101. അപ്പോൾ 3x എന്ന് പറയുമ്പോൾ 101 കുറയ്ക്കാൻ 2 + 2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? അപ്പുറത്തെ വശത്തേക്ക് പോകുമ്പോൾ -2 ആവും.
ഓക്കെ. അപ്പോൾ 101 - 2. അപ്പോൾ 101 - 2 എന്ന് പറയുമ്പോൾ 98. അപ്പോൾ 3x എന്ന് പറയുമ്പോൾ 99. 98 99. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 99 ഹരിക്കണം 3. 99നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ്? 33. അപ്പോൾ ഉത്തരം എത്രയാണ്? 33. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 2 മടങ്ങിൽ നിന്ന് 3 കുറച്ചപ്പോൾ 101. ഇപ്പോൾ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ ഏതോ ഒരു നമ്പർ, ഇപ്പോൾ 2x, അതിൽ നിന്ന് 3 കുറച്ചപ്പോഴാണ് 101. ഓക്കെ. അപ്പോൾ 2x ഈ -3 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താകും? +3 ആവും. അപ്പോൾ 2x പ്ലസ് 104. 101 കൂട്ടണം 3 104. ഇനി x എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 104 ഹരിക്കണം 2. അപ്പോൾ എത്രയാണ്? 104 ഹരിക്കണം 2 എത്രയാണ്? 52. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 2 മടങ്ങിൽ നിന്ന് 3 കുറച്ചപ്പോൾ 101. 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 2x. 2xൽ നിന്ന് 3 കുറച്ചപ്പോൾ എത്രയാണ്? 101. ഓക്കെ, 101. 2x എന്ന് പറയുമ്പം 101 കൂട്ടണം 3 അല്ലേ? 101 കൂട്ടണം 3. അപ്പോൾ x എന്ന് പറയുമ്പം 104. 104/2 52. ഓക്കെ. ഇനി അടുത്ത ചോദ്യം 3x 3 മടങ്ങിൽ നിന്ന് 2 കുറച്ചപ്പോൾ. അപ്പോൾ 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3x, അതിൽ നിന്ന് 2 കുറച്ചപ്പോൾ 101. അപ്പോൾ 3x മാത്രം എഴുതി. അപ്പോൾ 101 ഇവിടെയുള്ള -2 ഇവിടെ എത്തുമ്പോൾ എന്താവും? +2 ആവും. അപ്പോൾ 101 + 2 എത്രയാണ്? 103 ആണ്. അപ്പോൾ x എന്ന് പറയുമ്പോൾ എന്താണ്? 103/3. 103നെ നമ്മൾ 103 ഹരിക്കണം 3 നമ്മൾ ചെയ്യുമ്പോൾ 103 ഹരിക്കണം 3. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? 10ൽ 3 3 പ്രാവശ്യമാണ്. അപ്പോൾ 9. അപ്പോൾ 13 12. ഓക്കെ, ബാലൻസ് 1. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 34 ബാലൻസ് 1 1/3. എങ്ങനെ എഴുതാം? 34 1/3. അതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്കറിയാലോ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? 2 മടങ്ങ് ഒരു സംഖ്യ 6 കൊണ്ട് ഗുണിച്ച് 4 കൂട്ടിയപ്പോൾ 100 കിട്ടി. സംഖ്യ ഏത്? അപ്പോൾ നമുക്ക് ഒരു സംഖ്യയോട് 6 കൂട്ടി എന്നല്ല പറഞ്ഞത്. അപ്പോൾ x+6. x+6 ഒരു സംഖ്യയോട് 6 കൂട്ടി എന്താ ചെയ്യുന്നത്? ഒരു സംഖ്യയോട് 6 കൂട്ടി അതിൻ്റെ 4 മടങ്ങ് 100 ആണ്. അപ്പോൾ x+6 ഗുണിക്കണം 4. അപ്പോൾ നമ്മളൊരു ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്താണ്. x+6 ഒരു സംഖ്യയോട് 6 കൂട്ടി അതിൻ്റെ 4 മടങ്ങ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ നമുക്ക് ആദ്യം x+6 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതായത് 100/4. x+6 = 25. 100/4 എന്ന് പറയുന്നത് 25. x = 25 കുറയ്ക്കണം 6. 25 കുറയ്ക്കണം 6 19. ഓക്കെ. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 82 പ്രോബ്ലംസും കഴിഞ്ഞു. ഇനി നമുക്ക് പേജ് നമ്പർ 84 പ്രോബ്ലം ആണ് ചെയ്യാനുള്ളത്. നോക്കാം. പേജ് നമ്പർ 84. ഒരു സംഖ്യയുടെ 2 മടങ്ങ് 7 മടങ്ങും കൂട്ടിയപ്പോൾ 27 കിട്ടി. സംഖ്യ ഏത്? അതായത് ഒരു സംഖ്യയുടെ 2 മടങ്ങ്, ഏതൊരു സംഖ്യയ്ക്ക് x എന്ന് കൊടുക്കുക. അപ്പം 2x അതേപോലെ 7x കൂട്ടിയപ്പോൾ 27 കിട്ടി. അപ്പോൾ എത്രയാണ്? സംഖ്യ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ? അപ്പോൾ 2x ഇത് 2 നമുക്ക് കൂട്ടും, ഒരേ x ആണല്ലോ. അപ്പോൾ 9x = 27. അപ്പോൾ x = എന്തായിരിക്കും? 27 ഹരിക്കണം 9. അപ്പോൾ എത്ര? ഉത്തരം 3. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. മടങ്ങുകൾ ആദ്യം കൂട്ടി. നമ്മൾ 2 മടങ്ങ് 7 മടങ്ങ് ഒന്ന് കൂട്ടി. അപ്പോൾ 2ഉം 7ഉം കൂട്ടിയപ്പോൾ 9. 9x = എത്രയാണ്? 27. അപ്പോൾ x = എന്താണ്? 27 ഹരിക്കണം 9. അപ്പോൾ സംഖ്യ ഏതാണ്? 3 ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒരു സംഖ്യയുടെ 12 മടങ്ങിനോട് 99 കൂട്ടിയപ്പോൾ ഒരു സംഖ്യയുടെ 21 മടങ്ങായി. സംഖ്യ ഏത്? അപ്പം ഒരു സംഖ്യ, ഏതോ ഒരു സംഖ്യ. അപ്പോൾ നമുക്കതിനെ x എന്ന് വിളിക്കാം. ഒരു സംഖ്യയുടെ 12 മടങ്ങിനോട്, അപ്പം 12x + 99 കൂട്ടിയപ്പോൾ 21 മടങ്ങായി.
ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് എങ്ങനെ സമവാക്യം രൂപീകരിക്കാം? ഓക്കെ, ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? 12 മടങ്ങാണ്. ഒരു സംഖ്യയുടെ 12 മടങ്ങിനോട് 99 കൂട്ടിയപ്പോൾ 21 മടങ്ങായി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ സമവാക്യം രൂപീകരിക്കാം? 12 മടങ്ങ് എന്ന് പറയുമ്പോൾ ഒരു നമ്പറിൻ്റെ 12x. ഓക്കെ, അതിനോട് നമ്മൾ 99 കൂട്ടി. ഓക്കെ, അപ്പം കിട്ടുന്ന ഉത്തരം നമുക്ക് 21x ആണ്. അതായത് 21 മടങ്ങാണ്. ഇതാണ് നമ്മുടെ സമവാക്യം. ഈ സമവാക്യം രൂപീകരിക്കാൻ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് എല്ലാം തെറ്റിപ്പോവും. ഓക്കെ, ഇനി നമ്മൾ മടങ്ങുകളുടെ വ്യത്യാസമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം? ഈ 12x പ്ലസ് 99 21x, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 99ന് ഈ എക്സിനെ നമുക്ക് ഒരു ഭാഗത്തേക്കാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 21x മൈനസ് 12x 99 എന്നാക്കാം. ഇതൊക്കെ നമുക്ക് ബീജഗണിതത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എക്സിനെ രണ്ടിനെയും ഒരു ഭാഗത്തേക്ക് ആക്കുക. അപ്പം 21x മൈനസ് 12x. ഓക്കെ, 99. ഓക്കെ, ഇനി 21 12 പോയാൽ എത്രയാണ്? 9. അപ്പോൾ 9x 99. ഇനി എക്സ് മാത്രം എടുക്കും. 9 ഗുണിക്കണം എക്സിനെ നമ്മൾ ഇങ്ങോട്ടാക്കുമ്പോൾ 99 ഹരിക്കണം 9 അപ്പോൾ 99 9 ഹരിച്ചാൽ എത്രയാണ്? 11. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 11. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സമവാക്യം രൂപീകരിക്കുമ്പോൾ ഒന്നും തെറ്റാൻ പാടില്ല. ഓക്കെ, 12x എന്ന് പറയുമ്പോൾ 12 മടങ്ങ്, അതിനോട് 99 കൂട്ടി, അപ്പോൾ അതിൻ്റെ ഉത്തരം 21 മടങ്ങ്. ഓക്കെ, അപ്പം 21 12 കുറച്ചപ്പോൾ നമുക്ക് 9x കിട്ടി. 9x 99 സമാണ്. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ 99/9. അപ്പോൾ നമുക്ക് 11 നമ്മുടെ ഉത്തരം. അപ്പോൾ നമ്മളിത് ചെയ്തത് പേജ് നമ്പർ 84. ഓക്കെ, ഇനി നമുക്ക് പേജ് നമ്പർ 85 92 നമുക്ക് ചെയ്യാനുള്ളത്. ഒരു ഭാഗം മുറിച്ചു മാറ്റിയപ്പോൾ മിച്ചമുള്ള ഭാഗത്തിൻ്റെ നീളം 10 മീറ്റർ. കയറിന് എന്ത് നീളം ഉണ്ടായിരുന്നു? അപ്പോൾ ഒരു കയറ്, അതിൻ്റെ 1/3 ഭാഗം, ഒരു കയറിൻ്റെ 1/3 ഭാഗം, ഒരു ഭാഗം മുറിച്ചു മാറ്റിയപ്പോൾ മിച്ചമുള്ള ഭാഗത്തിൻ്റെ അളവ് 10 മീറ്ററാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു കയറെന്ന് പറയുന്നത് എത്ര ഉണ്ട്? ഇതിൽ 1/3 ഭാഗം 3ആയി തിരിച്ചതിൽ അതിൽ ഒരു ഭാഗം മുറിച്ചു മാറ്റിയപ്പോൾ അതാണ് 10 മീറ്റർ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ആ കയറിന് ആദ്യം എത്ര ലെങ്ത് ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? 1/3 ഭാഗം മുറിച്ചു മാറ്റിയാൽ ബാക്കി എത്ര ഭാഗം അവിടെ ഉണ്ട്? 2/3 ഭാഗം അവിടെ ഉണ്ട് അല്ലേ? 1 എന്ന് പറയുന്നത് 3/3 അതിൽ നിന്ന് 1/3 ഭാഗമാണ് മുറിച്ചു മാറ്റിയത്. അപ്പോൾ എന്തുണ്ട്? 2/3 ഭാഗം അവിടെ ഉണ്ട്. അപ്പോൾ ആ 2/3 ഭാഗമാണ് എന്ത്? 10 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2/3 ഭാഗമാണ് 10 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് എത്രയാണ്? 10 ഇൻറ്റു ഇവിടെ 2/3 എന്നുള്ളത് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ എന്താ? 3/2 ആവും. ഓക്കെ, അപ്പോൾ 2ൽ 10 5 പ്രാവശ്യം 5 ഗുണിക്കുക 3 15 മീറ്ററാണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓക്കെ, അപ്പോൾ നമുക്ക് വഴിയൊക്കെ ചെയ്ത് അവസാനം മിച്ചമുള്ള 10 മീറ്ററാണ്. മുറിച്ചു മാറ്റിയത് ആകെ നീളത്തിൻ്റെ 1/3 ഭാഗം. അപ്പോൾ മിച്ചമുള്ള ഭാഗം പറയുന്ന 1 കുറയ്ക്കണം 1/3. 1 എന്ന് പറയുന്നത് 3/3 3/3 നിന്ന് 1/3 ഭാഗം കുറച്ചപ്പോൾ 3 നിന്ന് 1 കുറച്ചപ്പോൾ 2/3 ഭാഗം. അപ്പോൾ ഈ 2/3 ഭാഗമാണ് എന്ത്? 10 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? 2/3 ഗുണിക്കണം എക്സ് എന്ന് എടുക്കുക, അതാണ് 10 മീറ്റർ. ഈ എക്സ് നമുക്ക് അറിയാത്ത എന്തും നമുക്ക് എക്സ് കൊടുക്കാം. അപ്പോൾ എക്സ് ഈ അറിയാത്ത സംഖ്യയാണ്, അതായത് ഇതിൻ്റെ ഒറിജിനൽ എത്രയാണെന്ന് അറിയണം. അപ്പോൾ 10 ഗുണിക്കണം, നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ തിരിച്ചിടും.
ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ച് നമ്മുടെ എല്ലാ പ്രക്രിയകളും ഇവിടെ ഗുണനാഞ്ച ഇവിടെ ഹരണം, ഇവിടെ കൂട്ടലാഞ്ച ഇവിടെ കുറയ്ക്കുക, നേരെ ഓപ്പോസിറ്റാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 10ൽ 2 5 പ്രാവശ്യം പോകും. അപ്പോൾ ഇവിടെ ആകെയുള്ള എന്താണ് 5 ഗുണിക്കണം 15. ഓക്കെ, 15 മീറ്റർ നീളമാണ് ആദ്യം ഉണ്ടായിരുന്നത്. നെക്സ്റ്റ്, ഒരു പാത്രത്തിലുള്ള പാലിൻ്റെ പകുതി മിച്ചമുള്ളതിൻ്റെ 1/3 ഭാഗവും ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ 5 ലിറ്റർ മിച്ചമുണ്ട്. പാത്രത്തിൽ എത്ര ലിറ്റർ പാലുണ്ടായിരുന്നു? എന്താണ്, ഒരു പാത്രത്തിൽ പാലുണ്ട്, ആ പാലിൻ്റെ പകുതി. ഓക്കെ, പിന്നെ മിച്ചമുള്ളതിൻ്റെ 1/3 ഭാഗവും ബാക്കിയുള്ളതിൻ്റെ 3 ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ 5 ലിറ്റർ പാലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പം 5 ലിറ്റർ എന്നത് മിച്ചമുള്ളതിൻ്റെ 2/3 ഭാഗമാണ്. കാരണം 1/3 ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ 5 ലിറ്റർ ആണ് ഉള്ളത്. 5 ലിറ്റർ എന്നത് ഉപയോഗിച്ചതിൻ്റെ, അതായത് മിച്ചമുള്ളതിൻ്റെ, ബാക്കിയുള്ളതിൻ്റെ 2/3 ഭാഗമാണ്. ബാക്കിയുള്ളത് 2/3 ഭാഗമാണ്. 1/3 ഭാഗം ഉപയോഗിച്ച് കഴിഞ്ഞ്. അപ്പോൾ ആദ്യത്തെ ഉപയോഗത്തിന് ശേഷം പാൽ എന്ന് പറയുന്നത് 5 ഗുണിക്കണം 3/2. 5 ഗുണിക്കണം 3/2 എന്ന് പറഞ്ഞാൽ 5 ഗുണിക്കണം 15, 15/2. 15/2 നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഇനി ആദ്യത്തെ ഉപയോഗത്തിന് മുമ്പ് എത്ര ഉണ്ടായിരുന്നു? 7 ലിറ്റർ പാലുണ്ടായിരുന്നു. 7 ലിറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1/2 ഭാഗമാണ്. അപ്പോൾ 7 നമ്മൾ 15/2 ഗുണി അപ്പോൾ 15/2 ഗുണിക്കണം 2. അപ്പോൾ 2 കട്ട് ചെയ്തു, അപ്പോൾ 15. ഓക്കെ, നമുക്ക് പേജ് നമ്പർ 85 ചോദ്യം നോക്കാം. ഓക്കെ, പേജ് നമ്പർ 85. ആദ്യത്തെ ചോദ്യം, 80 മീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരത്തിൻ്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 മീറ്റർ കൂടുതലാണ്. അതിൻ്റെ വീതിയും നീളവും എത്ര? അപ്പം 80 മീറ്റർ ചുറ്റളവ്, ചതുരത്തിൻ്റെ നീളവും വീതി നിങ്ങൾക്കറിയാലോ, 2 കൂട്ടണം നീളം പ്ലസ് വീതിയാണ്. അപ്പോൾ 80 മീറ്റർ ആണ് ഇത് മൊത്തത്തിലുള്ളത്. 80 മീറ്റർ ചതുരത്തിൻ്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. അപ്പോൾ ഇവിടെ നീളത്തിനൊരു പ്രശ്നമുണ്ട്. വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. അപ്പോൾ നമുക്ക് അറിയാത്തതിനെ നമ്മൾ എക്സ് എന്ന് എടുക്കാം. ഇത് വഴിയൊക്കെ ചെയ്തതൊക്കെ ചുറ്റളവിൻ്റെ പകുതി നമ്മൾ കണ്ടു. ചുറ്റളവ് 80 ആണ്. ചുറ്റളവിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 80/2 40. എന്താണെന്നറിയാലോ, 2 ഗുണിക്കണം നീളം പ്ലസ് വീതിയാണ്. അപ്പോൾ നീളം പ്ലസ് വീതി മാത്രമായിട്ട് നമ്മൾ എടുത്തു. ഇനി വീതി എക്സ് ആണ്. നീളം എന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെ 2 മടങ്ങ് അതിനോട് 1 കൂട്ടിയത്. അങ്ങനെയാണല്ലോ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? എക്സ് കൂട്ടണം 2x കൂട്ടണം 1 സമം 40 ആണ്. അതായത് നീളവും വീതിയും കൂട്ടിയാൽ എത്രയാണ്? 40 ആണ്. ഇതിനെ നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാം? 3x, എക്സും 2x കൂട്ടാം. അപ്പോൾ 3x കിട്ടി. 3x കൂട്ടണം 1 എന്ന് പറയുന്നത് എത്രയാണ്? 40. അപ്പോൾ എക്സ് മാത്രം ആക്കുകയാണ് നമ്മൾ. അപ്പോൾ 40 മൈനസ് 1 അല്ലേ? 3x 40 മൈനസ് 1. 40 മൈനസ് 1 എന്ന് പറയുന്നത് 39. അപ്പോൾ 3x സമം 39. എക്സ് സമം 39/3. 39നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് നമുക്ക് കിട്ടുക? 13. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്ന വീതിയാണ് കിട്ടിയത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നീളം കിട്ടാൻ എന്താണ്? 2 ഗുണിക്കണം 13 കൂട്ടണം 1. 2 ഗുണിക്കണം 13 എന്ന് പറയുന്നത് 26. 26 കൂട്ടണം 1 എന്താണ്? 27. അപ്പോൾ നമ്മുടെ നീളം എത്രയാണ്? 27 കിട്ടിയത്. അപ്പോൾ ആദ്യം നമ്മൾ ചുറ്റളവിൻ്റെ പകുതി കാണുന്നു. അതെന്താണ്? 2 നീളം പ്ലസ് വീതിയാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്രിയക്കൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 2നെ അങ്ങോട്ട് കട്ട് ചെയ്തു. അതെങ്ങനെയാണ്? 80 ഹരിക്കണം 2 40. അപ്പോൾ നീളവും വീതിയും എത്രയാണ്? 40 ആണ്. അപ്പം വീതിയുടെ 2 മടങ്ങിനേക്ക് 1 കൂട്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എക്സ് പ്ലസ് 2x പ്ലസ് 1 സമം 40 ചെയ്തു. പിന്നെ 3x പ്ലസ് 1 സമം 40 ചെയ്തു. 3x സമം എത്രയാണ്? 40 കുറയ്ക്കണം 1. 3x സമം 39. എക്സ് സമം 39/3 എത്രയാണ്? 13. ഓക്കെ, 13x എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ 2x കൂട്ടണം 1 ആണ് നീളം.
അപ്പോൾ 2 ഗുണിക്കണം 13 26 26 കൂട്ടണം 1 27. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു നോട്ടിൻ്റെ ചോദ്യമാണ്. 100 രൂപ ചില്ലറയാക്കിയപ്പോൾ 20ൻ്റെയും 10ൻ്റെയും നോട്ടുകളാണ് കിട്ടിയത്. ആകെ 7 നോട്ടുകൾ, ഓരോന്നും എത്ര വീതം? അപ്പോൾ 100 രൂപയാണ് ചില്ലറാക്കി, 20ഉം 10ൻ്റെ നോട്ടാണ്. അത് എത്ര കിട്ടിയെന്ന് അറിയില്ല, പക്ഷെ ആകെ നോട്ട് എത്ര ഉണ്ട്? 7 എണ്ണം ഉണ്ട്. അപ്പോൾ ഓരോന്നും എത്ര വീതമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 20 നോട്ടുകളുടെ എണ്ണം എക്സ് എന്നും ആക്കുക. 10 നോട്ടുകളുടെ എണ്ണം എത്രയ്ക്ക്? ആകെ നമുക്ക് 7 എണ്ണമല്ലേ കിട്ടിയത്. 10 നോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7ൽ എത്രയാണോ കുറഞ്ഞത് അതായിരിക്കും അല്ലേ. 20 നോട്ടിൻ്റെ എണ്ണം കുറഞ്ഞതായിരിക്കും നമുക്ക് 10 രൂപൻ്റെ നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 7 കുറയ്ക്കണം എക്സ്. ഇനി നമുക്ക് സമവാക്യം രൂപപ്പെടുത്താം. ഇവിടെ നോക്കും, 20 എക്സ് എന്ന് പറഞ്ഞിട്ട് 20ൻ്റെ നോട്ട്. ഓക്കെ, 20 എക്സ് പ്ലസ് കൂട്ടണം 20 എക്സ് കൂട്ടണം എന്താണ് 7 മൈനസ് എക്സ്. 7 മൈനസ് എക്സ് എന്താണ്? 10. 10ൻ്റെ എണ്ണമാണ് ഈ പറയുന്നത്. ഓക്കെ, സമയം എത്രയാണ്? ഇത് രണ്ട്, അതായത് 20ഉം 10ഉം കൂട്ടിയാൽ എത്രയാണ്? 100ആണ്. അപ്പോൾ 20 എക്സ് നമുക്കൊരു സംശയവും ഇല്ല. ഇവിടെ 7 മൈനസ് എക്സ് എന്ന് പറയുന്നത് 20 രൂപ കഴിച്ചിട്ടുള്ള ബാക്കി നോട്ടുകളുടെ എണ്ണമാണ്. അപ്പോൾ 20 എക്സ്, ഓക്കെ, 10 ഗുണിക്കണം 7 70, കുറയ്ക്കണം 10 ഗുണിക്കണം എക്സ് 10 എക്സ് സമം 100. ഓക്കെ, ഇത് ക്രിയ ചെയ്താണ്. ഇത് 10 7 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ രണ്ടിനും ഈ ബ്രാക്കറ്റ് വരാം. അപ്പോൾ 10നെ നമ്മൾ 7 കൊണ്ട് ഗുണിക്കണം, അപ്പോൾ 70 കിട്ടി. 10നെ നമ്മൾ എക്സ് കൊണ്ട് ഗുണിക്കണം, അപ്പോൾ 10 എക്സ് എന്നും കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ എക്സുകളെയൊക്കെ നമുക്ക് ഒരു ഭാഗത്തേക്ക് ആക്കാം. അപ്പോൾ ഇവിടെ 20 എക്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ 10 എക്സും ഉണ്ട്. ഓക്കെ, 20 മൈനസ് 10 എക്സ്. പിന്നെ നമ്മുടെ ഈ 100 അല്ലേ, നമ്മുടെ സംഖ്യകളെയൊക്കെ ഒരു ഭാഗത്തേക്ക് 100, ഈ പ്ലസ് 70 അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 70. സ്ഥലം ഇല്ലാത്തതുകൊണ്ടാട്ടോ മേലെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 20 എക്സ് കുറയ്ക്കണം 10 എക്സ് എത്രയാണ്? 20 എക്സ് നിന്ന് 10 എക്സ് കുറച്ചാൽ 10 എക്സ്. ഓക്കെ, 100 നിന്ന് 70 കുറച്ചാൽ 30. ഓക്കെ, അപ്പോൾ നമുക്ക് 10 എക്സ് സമം 30. എക്സ് സമം എത്രയായിരിക്കും? 30/10 സമം എത്രയാണ്? 3. ഓക്കെ, അപ്പോൾ 20 നോട്ട് 3 എണ്ണം ഉണ്ട്. 10 നോട്ട് എന്ന് പറഞ്ഞാൽ 7 നിന്ന് 3 കുറച്ച് 4. അപ്പോൾ ശരിയല്ല, 3 20 എന്ന് പറയുന്നത് എത്രയാണ്? 60 രൂപ. 10 4 എന്ന് പറയുന്നത് 40. അപ്പോൾ 60 40 100 കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ 20 രൂപകളുടെ നോട്ട് എക്സ് എന്ന് എടുത്തു. 10 രൂപയുടെ നോട്ട് 7 മൈനസ് എക്സ്. ഈ 7 കുറയ്ക്കണ എക്സ് വന്നത് എന്തുകൊണ്ടാണ്? ആകെ രൂപകളുടെ നോട്ടുകളുടെ എണ്ണം 7 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7 നിന്ന് 20 നോട്ട് കുറച്ചാലാണല്ലോ ആ എണ്ണം കിട്ടുക. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? 20 എക്സ് പ്ലസ് 10 ഗുണിക്കണ 7 മൈനസ് എക്സ് സമം 100. അപ്പോൾ 20 എക്സ് പിന്നെ 10 ഗുണിക്കണ 7 70, 10 ഗുണിക്കണ എക്സ് 10 എക്സ് സമം എത്രയാണ്? 100. 20 എക്സും എന്നും 10 എക്സ് മൈനസ് ചെയ്തപ്പോൾ 10 എക്സ്. 100നെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ 100ന്ന് മൈനസ് 70, 100ന്ന് 70 മൈനസ് ചെയ്തപ്പോൾ 30. ഇതേപോലത്തെ ഒരു ചോദ്യം തന്നെയാണ്. ഒരു പുസ്തകത്തിൻ്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ്. ഒരു പെൻസിലിൻ്റെ വില ഈ പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവാണ്. ഒരാൾ 5 പുസ്തകവും 2 പേനയും 3 പെൻസിലും വാങ്ങി. ആകെ 54 രൂപയായി. ഓരോന്നിനെയും വിലയുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇത് ഇങ്ങനെ എക്സ് എടുക്കുന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു പുസ്തകത്തിൻ്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ 4 രൂപയാണ്. അപ്പോൾ നമ്മൾ എക്സ് എന്ന് എടുക്കുക. പുസ്തകത്തിൻ്റെ വില പേനയുടെ വിലയേക്കാൾ എത്രയാണ്? 4 രൂപ കൂടുതലാണ്. പിന്നെ ഒരു പെൻസിലിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവാണ്. അപ്പോൾ എക്സ് മൈനസ് 2. ഓക്കെ, ഇനി എന്താണ്? ഇങ്ങനെ 5 പുസ്തകം എത്രയാണ്? 5 പുസ്തകമാണ് വാങ്ങിയത്. അപ്പോൾ 5 എക്സ് പ്ലസ് 4. പിന്നെ എത്ര പെൻസിലാണ് വാങ്ങിയത്? 5 പുസ്തകവും 2 പേന. 2 പേനയാണ് വാങ്ങിയത്.
2 പേന വാങ്ങി. അപ്പോൾ 2 പേന വാങ്ങിയിട്ടുണ്ട് 2x. പിന്നെ 3 പെൻസിൽ. അപ്പോൾ നമ്മൾ ഇത് ബുക്കാണ്, ഇത് പെൻസിലാണ്, പേനയാണ് എക്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാം. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ പേനയുടെ വില എന്ന് പറയുന്നതാണ് എന്ത്, എക്സ് അല്ലേ? പേനയുടെ വില എന്ന് പറയുന്നതാണ് എക്സ്. ഓക്കെ. ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് എന്താണ്, x+4 ആണ്. ഓക്കെ. എക്സ് കുറവ് 2 എന്നുള്ളത് എന്താണ്, പെൻസിലിൻ്റെ വിലയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ എത്ര ബുക്ക് വാങ്ങി, 5 എണ്ണമാണ് വാങ്ങിയത്. അപ്പോൾ 5x+4. പിന്നെ പേന 2 എണ്ണം വാങ്ങിയ അത് 2x, പെൻസിൽ 3x-2. നമ്മൾ ഓരോന്നായിട്ട് ചെയ്യാണ്. അപ്പം 5x+4 എന്ന് പറയുമ്പോൾ എന്താണ്, 5x+20. അതാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ ക്രിയ ചെയ്താണ് ഇവിടെ കാണുന്നത് 5x+20. 2x നമ്മൾ അതേപോലെ എഴുതി. 3x-2 എന്ന് പറയുമ്പോൾ എന്താ, 3x മൈനസ് 3ഉം 2ഉം 6. 3x-6 അതാണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാം കൂടിയാണ് 54 രൂപ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ എക്സുകളൊക്കെ നമ്മൾ ഒരു ഭാഗത്തേക്ക് എഴുതുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ 5x+2x+3x ഒരു ഭാഗത്ത് എഴുതി. അപ്പം നമ്മൾ എക്സുകളെയൊക്കെ ഒരു ഭാഗത്തേക്കാക്കി. 5x+2x+3x. ഇനി സംഖ്യകളെയൊക്കെ വേറൊരു ഭാഗത്തേക്ക്. 54 ഇവിടുത്തെ +20 അങ്ങോട്ട് പോകുമ്പോൾ -20 ആവും. ഇവിടുത്തെ -6 അങ്ങോട്ട് പോകുമ്പോൾ +6 ആവും. ഓക്കെ. അപ്പോൾ 5xും 2xും 3xും കൂട്ടിയപ്പോൾ നമുക്ക് 10x കിട്ടി. അപ്പോൾ 54 കൂട്ടണം 6 എത്രയാണ്, 60. 60 കുറയ്ക്കണം 20, 40. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയ എന്താണ്, 10x = 40. അപ്പോൾ x സമം എത്രയ്ക്ക്, 40/10, അതായത് 4 രൂപ. x സമം എത്രയാണ്, 4 രൂപ. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. x സമം 4 രൂപ. ഓക്കെ. x സമം 4 രൂപ. ഇനി പേനയുടെ വില x ആണ്. പുസ്തകത്തിൻ്റെ വില x+4 ആണ്, അതായത് 8 രൂപ. പെൻസിലിൻ്റെ വില x-2 ആണ്, അപ്പോൾ 2 രൂപ. അതായത് 4ൽ നിന്ന് 2 രൂപ കുറച്ച് നമ്മൾ ചിന്തിക്കേണ്ട കണക്കാണ്. ക്രിയകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെ തെറ്റിപ്പോകും. ഇനി കലണ്ടറിൽ 4 സംഖ്യകളുടെ ഒരു സമചതുരം അടയാളപ്പെടുത്തി അതിലെ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ 80 കിട്ടി. സംഖ്യകൾ ഏതൊക്കെയാണ്? അപ്പോൾ എന്താ പറയുക, ഒരു സ്ക്വയർ കലണ്ടറാണ്. അതിലുള്ള സംഖ്യകളൊക്കെ കൂട്ടിയപ്പോൾ എത്ര കിട്ടിയത്, 4 സംഖ്യകളുള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തി അതിലെ സംഖ്യകളെല്ലാം കൂട്ടിയപ്പോൾ 80 കിട്ടി. സംഖ്യകൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ സംഖ്യ നമ്മൾ എക്സ് ആക്കി എടുക്കുക. ഒരു സ്ക്വയർ ആണല്ലോ ഉള്ളത്. അതിലുള്ള 4 സംഖ്യകൾ, അതിനെ എക്സ് എന്ന് എടുക്കാം, x+1 എടുക്കാം, x+7 എടുക്കാം, x+8 എടുക്കാം. ഇതെല്ലാം കൂട്ടിയപ്പോൾ എത്രയാണ് കിട്ടിയത്, നമുക്ക് 80 കിട്ടിയത്. ഓക്കെ. അപ്പോൾ എക്സും x+1 x+7 x+8 ഇതൊക്കെ നമ്മൾ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്, എക്സ് 4x, 1 2 3 4 4x കിട്ടി. അതേപോലെ 1ഉം 7ഉം 8 8 8ഉം 16. 4x + 16 സമയം എത്രയാണ്, 8. അപ്പം 4xനെ മാത്രമാക്കുക വെച്ചാൽ 80 കുറയ്ക്കണം 16. ഓക്കെ. 80 കുറയ്ക്കണം 16 64. അപ്പോൾ 4x = 64. അപ്പോൾ x സമം എത്രയാണ്, 64 ഹരിക്കണം 4, അപ്പോൾ 16. ഓക്കെ. ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. 4x + 16 80, 4x = 64, x = 16. അപ്പോൾ സംഖ്യകൾ എത്രയാണ്, x 16, x+1 എന്ന് പറഞ്ഞാൽ 17, x+7 എന്ന് പറഞ്ഞാൽ 23, x+8 എന്ന് പറഞ്ഞിട്ട് 24. ഓക്കെ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് സംശയം തോന്നുന്നത് എന്താ, x+1 x+8 ഒക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കലണ്ടർ ആണെച്ചാൽ ഇവിടെ ഇപ്പം ചൊവ്വാഴ്ചയാണ്. അപ്പോൾ അടുത്ത ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുധനാഴ്ച. അപ്പോൾ 1 കൂട്ടി. ഇനി അതിൻ്റെ അടുത്ത കലണ്ടറിൽ ഇതിപ്പം ചൊവ്വാഴ്ചയാണെന്ന് വെച്ചാൽ ഇവിടെ കാണിക്കുന്ന അടുത്ത ചൊവ്വാഴ്ചയാണ്. അപ്പോൾ എന്താണ്, x+7 വരിക. ഓക്കെ. ഇനി ഇതെന്ന് പറയുന്നത് അതിൻ്റെ അടുത്തതാണ്, x+8 അടുത്ത ആഴ്ചത്തെ കാര്യമാണ് ഇതിൽ വരുന്നത്, അല്ലേ?
അപ്പം ചൊവ്വാഴ്ച ഈ ചൊവ്വാഴ്ച അടുത്ത ചൊവ്വ, ഈ ബുധനാഴ്ച അടുത്ത ബുധൻ, അങ്ങനെയാണ് വരുന്നത്. അതാണ് X+1 X+7 X+8 വരുന്നത്. ഇത് പേജ് നമ്പർ 89 കണക്കാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പേജ് നമ്പർ 92 പ്രോബ്ലം ആണ്. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ പാഠഭാഗം കഴിഞ്ഞു. ഓക്കെ, പേജ് നമ്പർ 92 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം നോക്കാം. അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. അപ്പം അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. 9 മടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുവിൻ്റെ പ്രായം നമ്മൾ എക്സ് ആണ് എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അമ്മയുടെ പ്രായം എന്ന് പറയുന്നത് 9 മടങ്ങ് എന്ന് പറയുന്നത് X×9. അപ്പോൾ അമ്മയുടെ വയസ്സ് എത്രയാണ്? 9X, അപ്പുവിൻ്റെ വയസ്സ് X. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് അപ്പുവിൻ്റെ പ്രായം X, അമ്മയുടെ പ്രായം 9X. അപ്പോൾ ഇനി അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിന് 9 മടങ്ങ്, അതിൻ്റെ ബീജഗണിതം നമ്മൾ രൂപീകരിച്ചു. ഇനി അടുത്ത ചോദ്യം നോക്കൂ. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. അപ്പോൾ 9 വർഷം കഴിയുമ്പോൾ ഇത് എത്രയായി മാറും? 3 മടങ്ങായിട്ട് മാറും. അപ്പോൾ 9 വർഷങ്ങൾക്ക് ശേഷം എന്താ സംഭവിക്കാം? അപ്പുവിൻ്റെ വയസ്സ് ഇപ്പോൾ X ആണല്ലോ. ഇപ്പോൾ ഒരു വയസ്സുള്ള കുട്ടിക്ക് 9 വർഷങ്ങൾക്ക് ശേഷം എത്രയായിരിക്കും വയസ്സ്? 1 കൂട്ടണം 9 10 അല്ലേ? അതേപോലെ 9 വർഷം കഴിയുമ്പോൾ അപ്പുവിൻ്റെ വയസ്സ് ഇപ്പോൾ X ആണ്. 9 വർഷം കഴിയുമ്പോൾ അപ്പുവിൻ്റെ വയസ്സ് എത്രയാണ്? X+9 അല്ലേ? അപ്പോൾ അമ്മയുടെ വയസ്സ് എത്രയായിരിക്കും? ഇപ്പോൾ അമ്മയുടെ വയസ്സ് എത്രയാണ്? 9X. അപ്പോൾ 9X+9. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എഴുതേണ്ടത് ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞിട്ട് X-ഉം X+9 എഴുതാം. ഇനി 9 വർഷം കഴിയുമ്പോഴുള്ള വയസ്സ് അപ്പുവിൻ്റെ വയസ്സ് X+9, അമ്മയുടെ വയസ്സ് 9X+9. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചോദ്യം പറഞ്ഞത് എന്താണ്? ഇനി അതിന് ഒരു ഭാഗം കൂടിയുണ്ട്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. അതായത് 3 മടങ്ങാവും, വയസ്സിൻ്റെ 3 മടങ്ങായി മാറും. 3 മടങ്ങ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ഗുണിക്കണം X+9 അല്ലേ? X+9. അപ്പോൾ നമ്മുടെ ചോദ്യം നമ്മൾ കാണേണ്ടത് ഇങ്ങനെയാണ്. അപ്പുവിൻ്റെ 9 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുവിൻ്റെ വയസ്സും അപ്പുവിൻ്റെ അമ്മയുടെ വയസ്സും 3 മടങ്ങായി മാറും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വയസ്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 3 മടങ്ങായി മാറും. അപ്പം 3X+9, 3X+9, 3X+9. ഓക്കെ, അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 9X+9. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 മടങ്ങായി മാറും. 3 ഗുണിക്കണം X കൂട്ടണം 9 സമം 9X കൂട്ടണം 9 അല്ലേ? 9X കൂട്ടണം 9. ഇനി 3 ഗുണിക്കണം X 3X, 3 ഗുണിക്കണം 9 27 സമം 9X+ കൂട്ടണം 9. ഇനി നമ്മൾ ബീജഗണിതത്തിനെയൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരും, സംഖ്യയൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ 9X കുറയ്ക്കണം 3X സമം 27 കുറയ്ക്കണം 9. ഓക്കെ, രണ്ടും ഒരു ഭാഗത്ത് കൊണ്ടുവന്നു. 9X കുറയ്ക്കണം 3X, 9നെ 27ലേക്ക് പോകുമ്പോൾ മൈനസും വന്നു. 9X നിന്ന് 3X കുറച്ചാൽ നമുക്കറിയാം 6X. 27 9 കുറച്ചാൽ എത്രയാണ്? 18. അപ്പോൾ X സമയം എത്രയാണ്? 18 ഹരിക്കണം 6. 18നെ 6 കൊണ്ട് ഹരിച്ചാൽ 3. അപ്പോൾ നമ്മുടെ X സമയം എത്രയാണ്? ഇവിടെ 3 കിട്ടിയത്. അപ്പോൾ അപ്പുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 3. അപ്പോൾ അമ്മയുടെ വയസ്സ് എത്രയായിരിക്കും? 3 മടങ്ങ് എന്നല്ല പറഞ്ഞത്, 9 മടങ്ങ് എന്നല്ല പറഞ്ഞത്. അപ്പോൾ 3 ഗുണിക്കണം 9 27. അപ്പോൾ അപ്പുവിൻ്റെ വയസ്സ് എത്രയാണ്? അപ്പുവിൻ്റെ വയസ്സ് എത്രയാണ്? നമ്മൾ ആദ്യം പറഞ്ഞല്ലോ X ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് X ആണെന്ന് പറഞ്ഞു. X എന്ന് പറയുമ്പോൾ എത്രയാണ്? 3. അമ്മയുടെ വയസ്സ് എത്രയാണ്? അമ്മയുടെ വയസ്സ് 9 ഇരട്ടിയാണ്. ഓക്കെ, അപ്പുവിൻ്റെ വയസ്സ് 3 അമ്മയുടെ വയസ്സ് എത്രയാണ്? 9 ഇരട്ടിയാണ്. അപ്പോൾ എത്ര വയസ്സ്? 3 ഗുണിക്കണം 9 27. അപ്പം നമ്മൾ ഇവിടെ എങ്ങനെയാണ് ബീജഗണിതം ആദ്യം എടുക്കുന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നമുക്ക് എന്താണ് നമ്മൾ ചെയ്തത്? അപ്പുവിൻ്റെ വയസ്സ് X എന്നെടുത്തു. അമ്മയുടെ വയസ്സ് 9 ഇരട്ടിയാണ്. അപ്പോൾ നമ്മൾ 9X എന്നെടുത്തു.
പിന്നെ പറഞ്ഞത് 9 വർഷം കഴിഞ്ഞാൽ അപ്പുവിൻ്റെ വയസ്സ് എത്രയാണ്? എക്സ് പ്ലസ് 9. 9 വർഷം കഴിഞ്ഞാൽ അമ്മയുടെ വയസ്സ് എത്രയാണ്? 9x+9. ഓക്കെ. അപ്പോൾ അവരുടെ 3 ടൈംസ് ഓഫ് അപ്പൂസ് ഏജ്, അതായത് 3 ഇരട്ടി അപ്പുവിൻ്റെ ഏജ് ആവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ x+9 3 ഇതാണ് നമ്മുടെ സമവാക്യം വരുന്നത്. ഇതിനെയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. ഒരു ക്ലാസ്സിലെ ആൺകുട്ടിയുടെയും പെൺകുട്ടികളുടെയും എണ്ണം തുല്യമാണ്. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണവും തുല്യമാണ്, പെൺകുട്ടികളുടെ എണ്ണവും തുല്യമാണ് അല്ലേ? അപ്പം നമുക്ക് ആൺകുട്ടികളുടെ എണ്ണം എന്താക്കാം? എക്സ് എടുക്കാം. പെൺകുട്ടികളുടെ എണ്ണം എന്താക്കാം? എക്സ് എടുക്കാം. തുല്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 8 ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം. എത്ര ആൺകുട്ടികൾ വരാതിരുന്ന ദിവസം? 8 ആൺകുട്ടികൾ വരാതിരുന്ന ഒരു ദിവസം ഈ ക്ലാസ്സുകളുടെ പെൺകുട്ടികളുടെ എണ്ണവും ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ 2 മടങ്ങായിരുന്നു. അപ്പോൾ 8 കുട്ടികൾ വന്നില്ല. അന്നത്തെ ദിവസം എന്തായിരുന്നു? 2 ഇരട്ടിയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ 8 കുട്ടികൾ വരാതിരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിൽ നിന്ന് 8 കുട്ടികൾ വന്നില്ല. അതായത് ആൺകുട്ടികളിൽ നിന്ന് 8 കുട്ടികൾ വന്നില്ല. ഓക്കെ. അന്ന് എന്തായിരുന്നു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരാതിരുന്ന ദിവസം വരാതിരുന്ന ദിവസം ഈ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ 2 മടങ്ങായിരുന്നു. അപ്പോൾ ഇവിടെ ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇതാണ് ആൺകുട്ടികളുടെ എണ്ണം. അതായത് 8 കുട്ടികൾ വരാതിരുന്നത് ആൺകുട്ടികളിലായിരുന്നു 2 മടങ്ങായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആൺകുട്ടികളുടെ എണ്ണം എക്സ് ആണ്, പെൺകുട്ടികളുടെ എണ്ണം എക്സ് ആണ്. അതായത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ എണ്ണം തുല്യമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം 8 ആൺകുട്ടികൾ വന്നില്ല. അപ്പോൾ എക്സ് കുറയ്ക്കണം 8. അത് എന്തിനു സമമാണ്? അതിൻ്റെ ഡബിളാണ് പെൺകുട്ടികളുടെ എണ്ണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ സമവാക്യം വരുന്നത്. ഇനി ഇതിനെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. 2x - 8 = എക്സ്. അപ്പോൾ 2x മൈനസ് 2 8 2 ഗുണിക്കണം 8 16. അപ്പോൾ എക്സ്. ഇനി നമ്മൾ എക്സിനെയൊക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോവാണ്. 2x - x = 16. 2x നിന്ന് ഒരു എക്സ് പോയാൽ എത്രയാണ്? എക്സ്. എക്സ് = 16. അപ്പോൾ നമ്മുടെ പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? 16. ആൺകുട്ടികളുടെ എണ്ണവും 16. എക്സ് ആണല്ലോ. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള ഒരു ക്ലാസ്സിൽ 50% പെൺകുട്ടികളാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് ഒരു ക്ലാസ്സിൽ. അതിൽ 50% ആരാണ്? പെൺകുട്ടികളാണ്. 10 പെൺകുട്ടികൾ കൂടി വന്നപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം 60 മാറി. ക്ലാസ്സിൽ ആദ്യം എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? അപ്പോൾ ആദ്യം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികൾ നമുക്ക് എക്സ് എന്ന് കൂട്ടാം. ആദ്യം ഉണ്ടായിരുന്ന കുട്ടികൾ നമുക്ക് എക്സ് എന്ന് കണക്കാക്കാം. പിന്നെ നമുക്ക് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതിൽ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? 50% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് 50% എന്ന് പറയുമ്പോൾ എക്സ് ഗുണിക്കണം 50/100. 50% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 50/100. ഓക്കെ. 50/100 എന്നാണ്. അപ്പോൾ നമുക്ക് അതിനെ എന്താക്കി എഴുതാം? എക്സ് ഗുണിക്കണം 50/100. 50/100നെ നമുക്ക് ചെറുതാക്കാം. അപ്പോൾ 0 0 കട്ട് ചെയ്തു. 5ലും 10ലും 1/2. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഗുണിക്കണം x/2 എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ നമുക്ക് x/2 കിട്ടി. x/2 എങ്ങനെ കിട്ടിയത്? എക്സ് 50% പെൺകുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഗുണിക്കണം 50/100. ഇതും നമ്മൾ വെട്ടി. 5ൽ 10ഉം വെട്ടിയപ്പോൾ 1/2 കിട്ടി. അപ്പോൾ എക്സ് ഗുണിക്കണം 1 x/2. അപ്പോൾ നമുക്ക് പെൺകുട്ടികളുടെ എണ്ണം എത്ര കിട്ടി? x/2 കിട്ടി. ഓക്കെ. പിന്നെ അടുത്തത് പറഞ്ഞത് എന്താണ്? 10 കുട്ടികൾ കൂടി വന്നു എന്ന് പറഞ്ഞു. ആദ്യം ഉണ്ടായിരുന്നതിൽ 10 കുട്ടികൾ കൂടി വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 10 പെൺകുട്ടികൾ കൂടി വന്നപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം 60% മാറി. അപ്പോൾ പെൺകുട്ടികളുടെ ആദ്യം നമ്മൾ എത്ര പറഞ്ഞത്? എക്സ് ആണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ ആര് വന്നു? 10 ആൾക്കാർ കൂടി വന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? x+10 എന്ന് പറയാം അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് കൂടി? അതിൻ്റെ കൂടെ x+10 എന്ന് പറയുമ്പം x/2
അതിൻ്റെ കൂടെ 60% അതായത് ഒരു 10% കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 10 കുട്ടികൾ കൂടിയപ്പോൾ 10% കൂടി എന്നാണ് പറഞ്ഞത്. 50% എന്താ? അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? x/2 കൂട്ടണം 10 x+10 സമം എന്താണ്? 60/100 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ 60/100 നമുക്ക് എന്ത് ചെയ്യാം? 0.6 എന്ന് എഴുതാം. ഓക്കെ, 60/100 0.6 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് ബീജഗണിത രൂപത്തിൽ ചെയ്യാം. അപ്പം നമുക്ക് x/2 കൂട്ടണം 10 സമം 0.6 ഗുണിക്കണം ഈ x+10 എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ സമവാക്യം രൂപീകരിച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യുക? ഇതിനെ ഒന്ന് ലഘൂകരിക്കാം. 0.6 ഗുണിക്കണം x 0.6x കൂട്ടണം 0.6 ഗുണിക്കണം 10. 6 ഗുണിക്കണം 10 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 6 മാറി. ഓക്കെ, അങ്ങനെ നമുക്ക് എഴുതാം. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? x/2 എന്ന് പറയുമ്പോൾ എന്താണ്? 0. ഇത് x/2 എന്ന് പറയുന്നത് നമുക്ക് ദശാംശ രൂപത്തിൽ എന്താണ്? 1ൻ്റെ പകുതി എന്നാണല്ലോ അർത്ഥം. അപ്പോൾ നമുക്ക് 0.5x എന്ന് എഴുതാം. 0.5x + 10 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സമവാക്യം ഇപ്പോൾ എങ്ങനെയായി? x/2 + 10 നമ്മൾ എന്ത് ചെയ്തു? x/2 എന്ന് പറഞ്ഞാൽ 0.5x കൂട്ടണം 10. പിന്നെ നേരത്തെ നമ്മൾ 0.6x + 6 നമ്മൾ നേരത്തെ കണ്ടുവച്ചിരിക്കണം. ഇനി നമുക്ക് ചരങ്ങളൊക്കെ ഒരു ഭാഗത്താക്കാം, നമ്പേഴ്സൊക്കെ വേറൊരു ഭാഗത്തേക്കും ആക്കാം. അങ്ങനെ ആകുമ്പോൾ 10 ഇവിടെ +6 ഇങ്ങോട്ട് വരുമ്പോൾ 10 - 6 10 കുറയ്ക്കണം 6. ഇനി നമ്മൾ 0.6x അതിനെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം മൈനസായി 0.5x ആയി. അപ്പോൾ നമുക്ക് 10 - 6 എന്ന് പറയുമ്പോൾ 4. 0.6x നിന്ന് 0.5x കുറയ്ക്കുമ്പോൾ എത്രയാണ്? 0.1x ആണ്. അപ്പോൾ x സമം എന്താണ്? 4/0.1 0.1 അതായത് 40/1 സമം എത്രയാണ്? 40. ഓക്കെ, കുറച്ചൊരു ടഫുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ വഴിയെ നല്ലോണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കുക. സാന്ത ചോദ്യമാണ്. വീണ്ടും ഒരു പഴം കണക്ക്. ഒരു കുളത്തിൽ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. പറന്നെത്തിയ കിളിക്കൂട്ടം ക്ഷീണമകറ്റ പൂക്കളിലിരുന്നു. ഒരു താമരയിൽ ഒരു കിളി വീതം ഇരുന്നപ്പോൾ ഒരു കിളിക്ക് ഇടമില്ലാതായി. ഒരു താമര 2 കിളികളായി ചേർന്നിരപ്പോൾ ഒരു താമര അധികമായി. താമര എത്ര, കിളി എത്ര? ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? ഒരു താമര ഒരു കിളി വീതം ഇരുന്നപ്പോൾ ഒരു കിളിക്ക് സ്ഥലമില്ല. ഒരു താമര 2 കിളികളായിട്ടിരുന്നപ്പോൾ ഒരു താമര അധികമായി. അതാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഈ താമര പൂക്കൾ നമുക്ക് എക്സാക്കി എടുക്കാം. ഓക്കെ, നമ്പർ ഓഫ് ബേർഡ്സ് എന്ന് പറയുമ്പോൾ എക്സ് കൂട്ടണം 1. അതായത് ഒരു താമര ഒന്നിന് സ്ഥലമില്ല എന്നല്ല പറഞ്ഞത്. അപ്പോൾ താമര എന്തായാലും കൂടുതലാണല്ലേ? താമരനെക്കാട്ടി കൂടുതലാണ് പക്ഷികൾ. അപ്പോൾ എക്സും x+1 എഴുതാം. അപ്പോൾ നമ്പർ ഓഫ് എത്ര പിന്നെ പക്ഷികൾ ഉണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 2 എണ്ണം വീതം ഇരുന്നപ്പോൾ ഒന്നിന് സ്ഥലം ഇല്ലാതായി എന്ന് പറഞ്ഞു. അപ്പോൾ 2x - 1 സമം x+1 അല്ലേ? 2 പക്ഷികൾ ഒന്നിലേക്ക് ഇരുന്നപ്പോൾ ഒരു എന്താണ്? താമരയുടെ എണ്ണം കൂടി. നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. 2x അപ്പോൾ നമ്മൾ 2x - 1 സമം x+1. ഓക്കെ, അപ്പോൾ 2x - 2 സമം x+1. ഇനി നമുക്ക് 2x എക്സിനെയൊക്കെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാം. 2x - x 1 കൂട്ടണം 2. 2x നിന്ന് x പോയാൽ ഒരു x 1 കൂട്ടണം 2 3. x സമം എത്രയാണ്? 3. അപ്പം ബേർഡ്സ് എത്രയായിരിക്കും? എത്ര പക്ഷികളാണുള്ളത്?
എക്സ് പ്ലസ് 1 എന്നാണല്ലോ. അപ്പോൾ 3 കൂട്ടണം 1. പക്ഷികൾ എത്ര എണ്ണം ഉള്ളത്? 4 പക്ഷികളാണുള്ളത്. ഓക്കെ, 4 പക്ഷികളാണ് ഉള്ളത്. ഓക്കെ.